മജ്ജിമ നികായ 24 രഥവിനീത സുത്ത്, റെഡിയാക്കി നിർത്തിയ തേരുകൾ അല്ലെങ്കിൽ രഥങ്ങൾ എന്നൊക്കെ അർത്ഥം. സുഹൃത്തുക്കളെ, ഇതിനു മുൻപുള്ള സൂത്തം മജ്ജിമ നികായ 23 അത് വിവർത്തനം ചെയ്തിട്ടില്ല. ഒരു കടങ്കഥയുടെ രൂപത്തിലാണ് ആ സൂത്തം. അത് പിന്നീട് വിവർത്തനം ചെയ്യുന്നതാണ്. ഈ സൂത്തത്തിൽ 7 വിശുദ്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വിശുദ്ധികളെ ഉപേക്ഷിച്ച് നമ്മൾ എങ്ങനെ നിബ്ബാണം നേടാം എന്നതാണ് ഈ സൂത്രത്തിൻ്റെ വിഷയം. ഞാനിപ്രകാരം കേട്ടു. ഒരിക്കൽ ഭഗവാൻ രാജഗൃഹത്തിൽ മുളകളുടെ വനത്തിൽ അണ്ണാന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആ സ്ഥലത്ത് വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് സ്വദേശത്ത് വർഷവാസം കഴിഞ്ഞ കുറേ ഭിക്ഷുക്കൾ ഭഗവാന്റെ അടുത്തെത്തി അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്ത് ഇരുന്നു. അപ്പോൾ ബുദ്ധൻ അവരോട് ഇങ്ങനെ പറഞ്ഞു. വർഷാവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് ഭിക്ഷുക്കൾ ഒരു സ്ഥലത്ത് 3 മാസം മറ്റെങ്ങും പോകാതെ ധർമ്മം, പഠനം, അതേപോലെ തന്നെ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്ത് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കും. അതിനെയാണ് വർഷാവാസം എന്ന് പറയുന്നത്. അപ്പോൾ ബുദ്ധൻ ഭിക്ഷുക്കളോട് ഇങ്ങനെ പറഞ്ഞു. ഭിക്ഷുക്കളെ, നിങ്ങളുടെ സ്വദേശത്ത് ഏത് ഭിക്ഷുവിനെയാണ് ഇത്തരത്തിൽ ബഹുമാനിക്കുന്നത്? ആ ഭിക്ഷുവിന് ഇത്തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടായിരിക്കും. സ്വയം അല്പം മാത്രം ആഗ്രഹമുള്ള വ്യക്തിയായിരിക്കും. മറ്റു ഭിക്ഷുക്കളോടും അല്പം മാത്രം ആഗ്രഹിക്കാൻ പറയും. അപ്പിച്ച നിർജ്ജന സ്ഥലത്ത് സ്വയം താമസിക്കും. മറ്റുള്ളവരോടും അതേപോലെ തന്നെ നിർജ്ജന സ്ഥലത്ത് താമസിക്കാൻ പറയും. സ്വയം ആൾക്കാരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. അതേപോലെ മറ്റുള്ളവരോടും ആൾക്കാരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറയും. സ്വയം വളരെ വീര്യം അല്ലെങ്കിൽ പ്രയത്നം ചെയ്യും. മറ്റുള്ളവരോടും വീര്യത്തിൻ്റെ ഗുണത്തെക്കുറിച്ച് പറയും. സ്വയം ശീലത്താൽ സമ്പന്നനാണ്. മറ്റുള്ളവരോടും സമ്പന്നനാകാൻ പറയും. സ്വയം സമാധിയാൽ സമ്പന്നനാണ്. മറ്റുള്ളവരോടും സമാധിയാൽ സമ്പന്നനാകാൻ പറയും. സ്വയം പ്രജ്ഞയാൽ സമ്പന്നനാണ്. മറ്റുള്ളവരോടും പ്രജ്ഞാസമ്പന്നനാകാൻ പറയും. സ്വയം വിമുക്തിയാൽ സമ്പന്നനാണ്. മറ്റുള്ളവരോടും വിമുക്തി സമ്പന്നനാകാൻ പറയും. സ്വയം വിമുക്തി ജ്ഞാന ദർശന സമ്പന്നനാണ്. മറ്റുള്ളവരോടും വിമുക്തി ജ്ഞാന ദർശന സമ്പന്നനാകാൻ പറയും. മറ്റുള്ളവരെ ഉപദേശിക്കും. അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കും. മറ്റുള്ളവരെ പഠിപ്പിക്കും. അവരെ പ്രേരിപ്പിക്കും. അവരെ ഉത്സുകരാക്കും. കൂടെയുള്ള ബ്രഹ്മചാരികൾക്ക് ഒരു പ്രേരണാ സ്രോതസ്സായിട്ട് വർത്തിക്കും. അങ്ങനെയുള്ള ഏതെങ്കിലും ഭിക്ഷുക്കൾ നിങ്ങളുടെ സ്വദേശത്ത് ഉണ്ടോ എന്ന് ബുദ്ധൻ ചോദിച്ചു. അപ്പോൾ ഭിക്ഷുക്കൾ പറഞ്ഞു, മന്ദാണിയുടെ പുത്രൻ പുണ്ണ, ഞങ്ങളുടെ സ്വദേശത്ത് ജീവിക്കുന്ന ആ ഭിക്ഷു ഇത്തരത്തിൽ പേര് കേട്ടതാണ്. പിന്നെ നേരത്തെ പറഞ്ഞതെല്ലാം ആവർത്തിക്കുന്നുണ്ട്. സ്വയം അല്പം മാത്രമേ ഇച്ഛയുള്ളൂ, സന്തുഷ്ടനാണ്, നിർജ്ജന സ്ഥലത്ത് താമസിക്കും, ആൾക്കാരിൽ നിന്ന് ഒഴിഞ്ഞു താമസിക്കും, ശീല സമാധി പ്രജ്ഞാസമ്പന്നനാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ബുദ്ധനോട് പറഞ്ഞു. ആ സമയത്ത് ആയുഷ്മാൻ സാരിപുത്ര ബുദ്ധനിൽ നിന്ന് അകലെയല്ലാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആയുഷ്മാൻ സാരിപുത്ര ഇങ്ങനെ വിചാരിച്ചു. മന്ദാണിപുത്രൻ പുണ്യൻ വളരെ ഭാഗ്യവാനാണ്, വളരെ ഭാഗ്യവാനാണ്. എന്തെന്നാൽ അദ്ദേഹത്തിൻ്റെ സബ്രഹ്മചാരികൾ അദ്ദേഹത്തിൻ്റെ ഓരോരോ ഗുണങ്ങൾ ശാസ്താവിൻ്റെ മുന്നിൽ അവർ പറയുന്നു. അപ്പോൾ ശാസ്താവ് അതിനെ അനുമോദിക്കുന്നു. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ആയുഷ്മാൻ പുണ്ണനെ കാണാൻ സാധിക്കും. പുണ്ണനുമായിട്ട് അല്പം ചർച്ച ചെയ്യാനും സാധിക്കും. അപ്പോൾ ബുദ്ധൻ രാജഗൃഹത്തിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ളിടത്തോളം താമസിച്ചു. അതിനുശേഷം അദ്ദേഹം ശ്രാവസ്തിയിലേക്ക് പോയി. അങ്ങനെ ക്രമേണ അദ്ദേഹം സാവസ്തിയിൽ എത്തിച്ചേർന്നു. അവിടെ അദ്ദേഹം ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. അപ്പോൾ ഭഗവാൻ ബുദ്ധൻ ശ്രാവസ്തിയിൽ എത്തിച്ചേർന്നു എന്ന് പുണ്ണൻ കേട്ടു. അപ്പോൾ പുണ്ണൻ തൻ്റെ വാസസ്ഥലം എല്ലാം ശരിയാക്കി വെച്ചതിന് ശേഷം വസ്ത്രവും ഭിക്ഷാപാത്രവും എടുത്ത് ശ്രാവസ്തിയിലേക്ക് പോയി. അവസാനം പുണ്ണൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ എത്തിച്ചേർന്നു. അതിനുശേഷം അദ്ദേഹം ബുദ്ധൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വന്ദിച്ചു. അതിനുശേഷം ഒരു വശത്ത് ഇരുന്നു. ബുദ്ധൻ അദ്ദേഹത്തെ പഠിപ്പിച്ചു, പ്രേരണ കൊടുത്തു,
ഉത്സാഹം കൊടുത്തു. പല ധർമ്മ കഥകളാൽ പുണ്യനെ ഉത്സാഹിതനാക്കി. അപ്പോൾ പുണ്യൻ ബുദ്ധൻ പറഞ്ഞതിനെ എല്ലാം അനുമോദിച്ചു. അനുമോദിച്ചതിന് ശേഷം സ്വന്തം ആസനത്തിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം ബുദ്ധനെ വന്ദിച്ചു. എന്നിട്ട് തൻ്റെ വലതുഭാഗം ബുദ്ധനെ നേരെയാക്കി ബുദ്ധനെ പ്രദക്ഷിണം വെച്ചു. ആദരപൂർവം പ്രദക്ഷിണം വെച്ചതിന് ശേഷം അദ്ദേഹം ദിനത്തിലെ ധ്യാനത്തിനായി ഇരുണ്ട വനത്തിലേക്ക് പോയി. അപ്പോൾ ഒരു ഭിക്ഷു ആയുഷ്മാൻ സാരിപുത്തൻ്റെ അടുത്ത് പോയി. എന്നിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, आयुष्मान सारीपुत, पुन्ना नामक एक भिक्षु के बारे में आप बहुत बार प्रशंसा करते हैं. बुद्ध ने उसको प्रशंसा किया था. पुण्य ദിനത്തിലെ ധ്യാനത്തിലായിക്കൊണ്ട് ഇരുണ്ട വനത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ സാരിപുത്രൻ വേഗം തന്നെ തൻ്റെ ഇരിക്കാനുള്ള വസ്ത്രം എടുത്ത് പുണ്യൻ്റെ പിറകെ ഇരുണ്ട വനത്തിലേക്ക് പോയി. പുണ്യൻ ആ ഇരുണ്ട വനത്തിൽ പ്രവേശിച്ച് വളരെ ഉള്ളിൽ പോയതിനു ശേഷം ദിനത്തിലെ ധ്യാനത്തിനായിട്ട് ഒരു മരച്ചുവട്ടിലിരുന്നു. സാരിപുത്തനും അതേപോലെ തന്നെ വനത്തിൻ്റെ ഉള്ളിൽ പോയി ഒരു മരച്ചുവട്ടിൽ ദിവസത്തിലെ ധ്യാനത്തിന് ഇരുന്നു. സായാഹ്ന സമയമായപ്പോൾ സാരിപുത്തൻ ധ്യാനത്തിൽ നിന്ന് ഉണർന്നു. അതിനുശേഷം പുണ്യൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് കുശലപ്രശ്നങ്ങൾ ചോദിച്ചു. കുശലപ്രശ്നങ്ങൾ ചോദിച്ചതിന് ശേഷം സാരിപുത്തൻ ഒരു ഭാഗത്ത് ഇരുന്നു. എന്നിട്ട് പുണ്യനോട് ഇങ്ങനെ പറഞ്ഞു, സുഹൃത്തേ, നമ്മളുടെ ആധ്യാത്മിക ജീവിതം ബുദ്ധൻ്റെ മേൽനോട്ടത്തിലല്ലേ ചെയ്തത്? അതേ സുഹൃത്തേ. ഇനി പറയാൻ പോകുന്നത് 7 വിശുദ്ധികളെക്കുറിച്ചിട്ടാണ്. ഈ 7 വിശുദ്ധികൾ പൂർത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് നിബ്ബാണം കിട്ടുകയുള്ളൂ, മുക്തി കിട്ടുകയുള്ളൂ. സുഹൃത്തേ, നമ്മൾ ബുദ്ധൻ്റെ കീഴിൽ ബ്രഹ്മചര്യ ജീവിതം ജീവിച്ചത് ശീലവിശുദ്ധിക്ക് വേണ്ടിയായിരുന്നു? തീർച്ചയായിട്ടും അല്ല സുഹൃത്തേ. ഇവിടെ ശീലവിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ സാധാരണക്കാർ 5 ശീലങ്ങൾ എടുക്കും. കൊല്ലരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്, നുണ പറയരുത്, ലഹരി പദാർത്ഥങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കരുത്. ഭിക്ഷുക്കൾക്ക് 10 ശീലമുണ്ട്. ഈ 10 ശീലങ്ങളെ വിശുദ്ധമാക്കൽ, അതായത് അവയെ ശുദ്ധമാക്കൽ, ശുദ്ധിയായിട്ട് അവയെ പാലിക്കൽ, ഇതാണ് ഒന്നാമത്തെ വിശുദ്ധി. സുഹൃത്തേ, നമ്മൾ ബുദ്ധൻ്റെ കീഴിൽ ബ്രഹ്മചര്യം ജീവിതം ജീവിച്ചത് ചിത്തവിശുദ്ധിക്ക് വേണ്ടിയായിരുന്നു. ശീലവിശുദ്ധി കഴിഞ്ഞാൽ അടുത്തത് മനസ്സിൻ്റെ വിശുദ്ധിയാണ്. അപ്പോൾ പുണ്യൻ പറഞ്ഞു, തീർച്ചയായിട്ടും അല്ല സുഹൃത്തേ. സാരിപുത്തൻ ചോദിച്ചു, സുഹൃത്തേ, നമ്മൾ ബുദ്ധൻ്റെ കീഴിൽ ബ്രഹ്മചര്യ അഭ്യസിച്ചത് ദിഠി വിശുദ്ധിക്ക് വേണ്ടിയായിരുന്നു? ദിഠി എന്ന് പറയുന്നത് നമ്മുടെ ദർശനം, അതിൻ്റെ വിശുദ്ധി. അല്ല സുഹൃത്തേ, നമ്മൾ ബുദ്ധൻ്റെ കീഴിൽ ബ്രഹ്മചര്യം അഭ്യസിച്ചത് കങ്ക വിതരണ വിശുദ്ധിക്ക് വേണ്ടി ആയിരുന്നു. ഇവിടെ കൺക വിതരണ വിശുദ്ധി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സംശയങ്ങളുടെ വിശുദ്ധി. ചിത്തം നമ്മളുടെ ശുദ്ധമാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ സംശയങ്ങളെല്ലാം ഇല്ലാതായിട്ട് തീരും. അതിനെയാണ് ഇവിടെ കങ്ക വിതരണ വിശുദ്ധി എന്ന് പറയുന്നത്. പുണ്യം പറഞ്ഞു, തീർച്ചയായിട്ടും അല്ല സുഹൃത്തേ. നമ്മൾ ബുദ്ധൻ്റെ കീഴിൽ ബ്രഹ്മചര്യം അഭ്യസിച്ചത് മഗ്ഗ ജ്ഞാനദർശന വിശുദ്ധിക്ക് വേണ്ടിയായിരുന്നു. പുണ്യൻ പറഞ്ഞു, തീർച്ചയായിട്ടും അല്ല സുഹൃത്തേ. ഇവിടെ മഗ്ഗ അമാഗ്ഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതു മാർഗമാണ് നമ്മളെ നിർവ്വാണത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള മാർഗം അല്ലാത്തത്. അതായത് ശരിയായിട്ടുള്ള മാർഗം ഏത്, ശരിയായിട്ടല്ലാത്ത മാർഗം ഏത് എന്ന് നമ്മൾക്ക് അറിയാൻ പറ്റും. ബുദ്ധൻ്റെ കീഴിൽ നമ്മൾ ബ്രഹ്മചര്യം അഭ്യസിച്ചത് പടിപത ജ്ഞാന ദർശന വിശുദ്ധിക്ക് വേണ്ടിയിട്ടായിരുന്നു? അല്ല സുഹൃത്തേ. പടിപത ജ്ഞാന ദർശന വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന മാർഗം, അതിൻ്റെ വിശുദ്ധി, ഏതെല്ലാം അംഗങ്ങളാണുള്ളത് അതിൻ്റെ വിശുദ്ധി. സുഹൃത്തെ, നമ്മൾ ബുദ്ധൻ്റെ കീഴിൽ ബ്രഹ്മചര്യം അഭ്യസിച്ചത് ജ്ഞാന ദർശന വിശുദ്ധിക്ക് വേണ്ടിയായിരുന്നു? തീർച്ചയായിട്ടും അല്ല സുഹൃത്തെ. ഇവിടെ ജ്ഞാന ദർശനത്തിൻ്റെ വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രജ്ഞയോടുകൂടി നമ്മൾ കണ്ട് വിശുദ്ധരാകുക, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സാരിപുത്രൻ പറഞ്ഞു, ഞാൻ ഈ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്തും താങ്കൾ തീർച്ചയായിട്ടും അല്ല എന്ന് പറഞ്ഞു. പിന്നെ അതേ ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ശീലവിശുദ്ധിക്ക് വേണ്ടിയിട്ടായിരുന്നോ, ചിത്തവിശുദ്ധിക്കായിരുന്നോ
ദിഠ്ഠിവിശുദ്ധിക്ക് വേണ്ടിയായിരുന്നോ? മഗ്ഗ ജ്ഞാനദർശന വിശുദ്ധിക്ക് വേണ്ടിയിട്ടായിരുന്നോ? പടിപത ജ്ഞാനദർശന വിശുദ്ധിക്ക് വേണ്ടിയിട്ടായിരുന്നോ? ജ്ഞാനദർശന വിശുദ്ധിക്ക് വേണ്ടിയിട്ടായിരുന്നോ? ഇങ്ങനെ ഓരോ ചോദ്യത്തിനും തീർച്ചയായിട്ടും അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ സാരിപുത്രൻ ചോദിച്ചു, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബുദ്ധൻ്റെ കീഴിൽ ബ്രഹ്മചര്യം അഭ്യസിച്ചത്? അപ്പോൾ പുണ്ണൻ ഇപ്രകാരം പറഞ്ഞു, അനുപാത പരിനിബ്ബാണത്തം ഖോ ആവുസോ ഭഗവതി ബ്രഹ്മചര്യം വുസ്സതീതി. അതായത് അനുപാത പരിനിബ്ബാണത്തം. അനുപാതം എന്ന് പറയുമ്പോൾ ആസക്തിയില്ലായ്മ, അതിനെ സ്വന്തം എന്ന് ഗ്രഹിക്കായ്മ, അത് തൻ്റേതല്ല എന്ന് അറിയൽ, അതിനേക്കാണ് അനുപാതം എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നിനെയും തൻ്റെ അല്ല എന്ന് ഗ്രഹിച്ചുകൊണ്ട് പരിനിബ്ബാണം നേടൽ, അതാണ് ഈ ബ്രഹ്മചര്യത്തിൻ്റെ ഉദ്ദേശം. നമ്മൾ നേരത്തെയും സൂത്രങ്ങളിൽ കണ്ടു, നമ്മളുടെ പഞ്ചസ്കന്ധങ്ങൾ, അതായത് രൂപം, ചിത്തത്തിലെ 4 സ്കന്ധങ്ങൾ, വിജ്ഞാനം, സംഖ്യ, വേദന, സംസ്കാരം, ഇതൊന്നും നമ്മളുടേതല്ല, ഇതിൽ ഒന്നും ഞാനല്ല എന്ന് നമ്മൾ പല പ്രാവശ്യം കേട്ടതാണ്. അതാണ് ഇവിടെയും പറയുന്നത്, ഒന്നും തൻ്റെയല്ല എന്നുള്ള ആ അറിവ്. അപ്പോൾ സാരിപുത്രൻ ചോദിച്ചു, സുഹൃത്തെ, ശീലവിശുദ്ധിയാൽ അനുപാത പരിനിബ്ബാണം കിട്ടുമോ? പുണ്ണൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഇല്ല. പിന്നെ വീണ്ടും അതേ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു. ചിത്തവിശുദ്ധിയാൽ, ദിഠ്ഠിവിശുദ്ധിയാൽ, കങ്കാ വിതരണ വിശുദ്ധിയാൽ, മഗ്ഗ ജ്ഞാനദർശന വിശുദ്ധിയാൽ, പടിപത ജ്ഞാനദർശന വിശുദ്ധിയാൽ, ജ്ഞാനദർശന വിശുദ്ധിയാൽ അനുപാത പരിനിബ്ബാണം ലഭിക്കുമോ? തീർച്ചയായിട്ടും ഇല്ല മിത്രമേ. അതായത് ശീലവിശുദ്ധി കൊണ്ടോ ചിത്തവിശുദ്ധി കൊണ്ടോ ദിഠ്ഠിവിശുദ്ധി കൊണ്ടോ മാത്രം ഈ അനുപാത പരിനിബ്ബാണം ലഭിക്കില്ല. അപ്പോൾ സാരിപുത്രൻ ചോദിച്ചു, കിം പനാവുസോ അന്യത്ര ഇമേഹി ധമ്മേഹി അനുപാത പരിനിബ്ബാണന്തി. സുഹൃത്തെ, അങ്ങനെയാണെങ്കിൽ ഈ ധർമ്മത്തിൽ നിന്ന് അന്യമായിട്ടുള്ള ഏതെങ്കിലും ധർമ്മത്തിൽ നിന്ന് അനുപാത പരിനിബ്ബാണം ലഭിക്കുമോ? പുണ്ണൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഇല്ല സുഹൃത്തെ. അപ്പോൾ സാരിപുത്രൻ പറഞ്ഞു, ഞാൻ ഈ ചോദ്യങ്ങൾ എല്ലാം ചോദിക്കുന്ന സമയത്ത് താങ്കൾ പറഞ്ഞു തീർച്ചയായിട്ടും ഇല്ല എന്ന് ഉത്തരം തന്നു. വീണ്ടും നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയുകയാണ്. ശീലവിശുദ്ധി കൊണ്ട്, ചിത്തവിശുദ്ധി കൊണ്ട്, ദിഠ്ഠിവിശുദ്ധി കൊണ്ട്, മഗ്ഗ ജ്ഞാനവിശുദ്ധി കൊണ്ട്, പടിപത ജ്ഞാനദർശന വിശുദ്ധി കൊണ്ട്, ജ്ഞാനദർശന വിശുദ്ധി കൊണ്ട് അനുപാത പരിനിബ്ബാണം ലഭിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഇനി അതല്ല, ഇതിൽ നിന്ന് അന്യമായിട്ടുള്ള ഏതെങ്കിലും ധർമ്മത്തിൽ നിന്ന് അനുപാത പരിനിബ്ബാണം ലഭിക്കുമോ? അപ്പോൾ താങ്കൾ പറഞ്ഞു തീർച്ചയായിട്ടും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സുഹൃത്തെ, താങ്കളുടെ ഈ പ്രസ്താവനയുടെ അർത്ഥം എന്തായിട്ടാണ് ഞങ്ങൾ എടുക്കേണ്ടത്? ശീലവിശുദ്ധിഞ്ച ആവുസോ ഭഗവ അനുപാത പരിനിബ്ബാണം പඤ്ഞാപ്യേയ സ ഉപാദാനം ഏവ സമാനം അനുപാത പരിനിബ്ബാണം പඤ്ഞാപ്യേയ. സുഹൃത്തെ, ഭഗവാൻ ശീലവിശുദ്ധി കൊണ്ട് അനുപാത പരിനിബ്ബാണം കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അനുപാത പരിനിബ്ബാണം സ ഉപാധി ആയില്ലേ? അതായത് ശീലവിശുദ്ധി കൊണ്ട് അനുപാത പരിനിബ്ബാണം കിട്ടും എന്ന് ഭഗവാൻ പറഞ്ഞിരുന്നെങ്കിൽ ആ അനുപാത പരിനിബ്ബാണം ഒരു ഉപാധി മൂലമല്ലേ ലഭിച്ചത്, ശീലവിശുദ്ധി എന്ന ഉപാധി മുഖേന. അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും പുണ്യൻ ഇപ്രകാരം ചോദിക്കുന്നു. ചിത്തവിശുദ്ധി കൊണ്ട് അനുപാത പരിനിബ്ബാണം കിട്ടുമെങ്കിൽ ആ അനുപാത പരിനിബ്ബാണം ഉപാധി നിമിത്തമായില്ലേ? അതേപോലെ തന്നെ ദിഠ്ഠിവിശുദ്ധി കൊണ്ട്, കങ്കാ വിതരണ വിശുദ്ധി കൊണ്ട്, മഗ്ഗ ജ്ഞാനദർശന വിശുദ്ധി കൊണ്ട്, പടിപത ജ്ഞാനദർശന വിശുദ്ധി കൊണ്ട്, അവസാനം സുഹൃത്തെ ജ്ഞാനദർശന വിശുദ്ധി കൊണ്ട് അനുപാത പരിനിബ്ബാണം കിട്ടുമെന്ന് ഭഗവാൻ പറഞ്ഞു എങ്കിൽ ആ അനുപാത പരിനിബ്ബാണം ഉപാധി മൂലമല്ലേ ലഭിച്ചത്? അതായത് ജ്ഞാനദർശന വിശുദ്ധി എന്ന ഉപാധി മൂലമല്ലേ ഈ അനുപാത പരിനിബ്ബാണം ലഭിച്ചത്? അത് പിന്നെ എങ്ങനെ അനുപാതമാകും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സാരിപുത്രൻ ചോദിച്ചു, എന്നാൽ ഈ അനുപാതി പരിനിബ്ബാണം ഈ ധർമ്മങ്ങൾക്ക് അന്യധർമ്മത്തിൽ ആണ് എങ്കിൽ
ഒരു സാധാരണ വ്യക്തിക്കും ഈ അനുപാതി പരിനിബ്ബാണം ലഭിക്കേണ്ടിയിരുന്നു. എന്തെന്നാൽ സുഹൃത്തെ, ഒരു സാധാരണ വ്യക്തിക്ക് ഈ ധർമ്മങ്ങളൊന്നും കാണുകയില്ല. അതായത് ഒരു സാധാരണ വ്യക്തിക്ക് ഈ 7 വിശുദ്ധികൾ ഉണ്ടാകില്ല. അപ്പോൾ ഈ 7 വിശുദ്ധികളിൽ നിന്ന് ഒരിക്കലും അനുപാത പരിനിബ്ബാണം ലഭിക്കില്ല. അതുകൂടാതെ ഇതിൽ നിന്ന് അന്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നും ലഭിക്കില്ല എന്നാണ് പുണ്യൻ പറയുന്നത്. അപ്പോൾ പുണ്യൻ പറഞ്ഞു, സുഹൃത്തെ, ഞാൻ ഒരു ഉദാഹരണം പറയാം. ജ്ഞാനിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഉദാഹരണത്താൽ അതിൻ്റെ അർത്ഥം മനസ്സിലാകും. കോസല ദേശത്തെ രാജാവ് പസേനദി, അദ്ദേഹം ശ്രാവസ്തിയിലാണ് താമസിക്കുന്നത്. അങ്ങനെ ശ്രാവസ്തിയിൽ താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സാകേതത്തിൽ ഒരു അടിയന്തര ആവശ്യം വന്നു. കോസല രാജ്യത്തെ 2 പ്രധാന നഗരങ്ങളാണ് ശ്രാവസ്തിയും സാകേതയും. അതിനിടയ്ക്ക് ഒരു 7 യോജന ദൂരമുണ്ട് എന്ന് കരുതുക. അപ്പോൾ ശ്രാവസ്തിക്കും സാകേതിക്കും ഇടയ്ക്ക് 7 രഥങ്ങൾ അല്ലെങ്കിൽ തേരുകൾ അദ്ദേഹത്തിന് വേണ്ടി തയ്യാറാക്കി വയ്ക്കും. അപ്പോൾ പസേനദി സാവത്തിയിൽ തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ആദ്യത്തെ രഥത്തിൽ കയറും. ആ രഥം നേരത്തെ തന്നെ തൻ്റെ അന്തഃപുരത്തിനടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ ബാക്കി രഥങ്ങളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ആദ്യത്തെ രഥം അദ്ദേഹത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 2ാമത്തെ രഥത്തിൻ്റെ അടുത്ത് എത്തിക്കും. അപ്പോൾ അദ്ദേഹം 1ാമത്തെ രഥത്തിൽ നിന്ന് ഇറങ്ങി 2ാമത്തെ രഥത്തിൽ കയറും. 2ാമത്തെ രഥം അദ്ദേഹത്തെ 3ാമത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന രഥത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് എത്തിക്കും. അപ്പോൾ 2ൽ നിന്നും ഇറങ്ങി അദ്ദേഹം 3ാമത്തെ രഥത്തിൽ കയറും. 3ാമത്തെ രഥം അദ്ദേഹത്തെ 4ാമത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന രഥത്തിൻ്റെ അടുത്ത് എത്തിക്കും. അപ്പോൾ 3ാമത്തെ രഥത്തിൽ നിന്നും ഇറങ്ങി 4ാമത്തെ രഥത്തിൽ അദ്ദേഹം കയറും. 4ാമത്തെ രഥം അദ്ദേഹത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 5ാമത്തെ രഥത്തിന് അടുത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ 4ാമത്തെ രഥത്തിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം 5ാമത്തെ രഥത്തിൽ കയറും. 5ാമത്തെ രഥം അദ്ദേഹത്തെ തയ്യാറാക്കിയിരിക്കുന്ന 6ാമത്തെ രഥത്തിൻ്റെ അടുത്തുകൊണ്ട് എത്തിക്കും. അപ്പോൾ 5ാമത്തെ രഥത്തിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം 6ാമത്തെ രഥത്തിൽ കയറും. 6ാമത്തെ രഥം അദ്ദേഹത്തെ തയ്യാറാക്കി വെച്ചിരുന്ന 7ാമത്തെ രഥത്തിൽ കൊണ്ടുചെന്നാക്കും. അപ്പോൾ അദ്ദേഹം 6ൽ നിന്ന് ഇറങ്ങി 7ാമത്തെ രഥത്തിൽ കയറും. 7ാമത്തെ രഥം അദ്ദേഹത്തിനെ സാകേതത്തുള്ള തൻ്റെ കൊട്ടാരത്തിൻ്റെ അന്തഃപുരത്തിൻ്റെ വാതിലിൽ കൊണ്ടുചെന്ന് ആക്കും. അങ്ങനെ ആ വാതിൽക്കൽ നിൽക്കുന്ന അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അതേപോലെ തന്നെ കൂട്ടുകാരും ബന്ധുമിത്രാദികളും ഇങ്ങനെ അദ്ദേഹത്തോട് ചോദിക്കും, മഹാരാജാവേ, താങ്കൾ ശ്രാവസ്തിയിൽ നിന്ന് സാകേതത്തിലേക്ക് ഇതേ രഥത്തിലാണോ വന്നത്? അങ്ങനെ ചോദിക്കുന്ന സമയത്ത് പസേനദി മഹാരാജാവ് എങ്ങനെ ശരിയായിട്ടുള്ള രീതിയിൽ ഉത്തരം കൊടുക്കും? അപ്പോൾ മഹാരാജാവ് ഇങ്ങനെ ഉത്തരം പറയും, ഞാൻ ശ്രാവസ്തിയിൽ താമസിക്കുന്ന സമയത്ത് എനിക്ക് സാകേതത്തിൽ ഒരു അടിയന്തര കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രാവസ്തിക്കും സാകേതിക്കും ഇടയ്ക്ക് 7 രഥങ്ങൾ തയ്യാറാക്കി വെച്ചിരുന്നു എനിക്ക് വേണ്ടി. അപ്പോൾ ഞാൻ ശ്രാവസ്തിയിലെ അന്തഃപുരത്തിൻ്റെ വാതിൽക്കൽ 1ാമത്തെ രഥം എനിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്നു. ഞാൻ ആ 1ാമത്തെ രഥത്തിൽ കയറി. അപ്പോൾ ആ 1ാമത്തെ രഥം എന്നെ 2ാമത്തെ രഥത്തിൻ്റെ അടുത്ത് കൊണ്ട് എത്തിച്ചു. അപ്പോൾ 1ൽ നിന്ന് ഇറങ്ങി ഞാൻ 2ാമത്തെ രഥത്തിൽ കയറി. അങ്ങനെ 3, 4, 5, 6, 6ാമത്തെ രഥത്തിൽ നിന്നും ഞാൻ 7ാമത്തെ രഥത്തിൽ കയറി. അങ്ങനെ 7ാമത്തെ രഥം എന്നെ ഇവിടെ എത്തിച്ചു. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ പസേനദി ഉത്തരം പറയുക. ഓരോ രഥത്തിൽ കയറുന്ന സമയത്തും അതിനു മുൻപുള്ള രഥത്തെ വിട്ടിട്ടാണ് കയറുന്നത്. അങ്ങനെ 6 രഥങ്ങളും വിട്ടിട്ടാണ് 7ാമത്തെ രഥത്തിൽ കയറിയത്. അതിലാണ് അദ്ദേഹം സാകേതത്തിൽ ഇറങ്ങിയത്. സുഹൃത്തെ, ഇതുപോലെ തന്നെയാണ് ശീലവിശുദ്ധി എന്നത് ചിത്തവിശുദ്ധിക്ക് വേണ്ടിയാണ്. ചിത്തവിശുദ്ധി എന്ന് പറയുന്നത് ദിഠ്ഠിവിശുദ്ധിക്ക് വേണ്ടിയാണ്. ദിഠ്ഠിവിശുദ്ധി എന്ന് പറയുന്നത് കങ്കാവിതരണ വിശുദ്ധിക്ക് വേണ്ടിയാണ്. കങ്കാവിതരണ വിശുദ്ധി എന്ന് പറയുന്നത് മഗ്ഗ ജ്ഞാനദർശന വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്.
മഗ്ഗ മഗ്ഗ ജ്ഞാന ദർശന വിമുക്തി എന്നുള്ളത് പടിപദ ജ്ഞാന ദർശന വിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പടിപദ ജ്ഞാന ദർശന വിശുദ്ധി എന്ന് പറയുന്നത് ജ്ഞാന ദർശന വിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ജ്ഞാന ദർശന വിശുദ്ധി എന്നത് അനുപാത പരിനിബ്ബാണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ജ്ഞാനദർശനം, നമ്മുടെ പ്രജ്ഞയാൽ നമ്മൾക്ക് ആ ദർശനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ ഒന്നും തന്നെ ഗ്രഹിക്കാതെ അനുപാത പരിനിബ്ബാണത്തിൽ എത്തിച്ചേരുന്നത്. അവിടെ ഉപാദാനമില്ല, ഒന്നിനെയും നമ്മൾ എൻ്റെ എന്ന് പറഞ്ഞ് ഗ്രഹിക്കുന്നില്ല, ശരീരത്തെയും അതേപോലെ തന്നെ മനസ്സിനെയും. സുഹൃത്തെ, ബുദ്ധൻ്റെ കീഴിൽ നമ്മൾ ബ്രഹ്മചര്യം അഭ്യസിച്ചത് ഈ അനുപാത പരിനിബ്ബാണത്തിന് വേണ്ടിയിട്ടായിരുന്നു. പുണ്യൻ ഇത് പറഞ്ഞപ്പോൾ സാരിപുത്രൻ പുണ്യനോട് പറഞ്ഞു, ആയുഷ്മാൻ, താങ്കളുടെ പേരെന്താണ്? താങ്കളുടെ സഹബ്രഹ്മചാരികൾക്കിടയ്ക്ക് താങ്കൾ എന്താണ് അറിയപ്പെടുന്നത്? സുഹൃത്തെ, എൻ്റെ പേര് പുണ്ണ എന്നാണ്. സഹബ്രഹ്മചാരികൾ എന്നെ മൺതാണി പുത്രൻ എന്നും വിളിക്കും. അപ്പോൾ സാരിപുത്രൻ പറഞ്ഞു, ആശ്ചര്യം സുഹൃത്തെ, അത്ഭുതം സുഹൃത്തെ. ഈ ഓരോ വളരെ ആഴത്തിലുള്ള ചോദ്യത്തിനും മൺതാണി പുത്രൻ ആയുഷ്മാൻ പുണ്ണൻ ഓരോന്നായിട്ട് ഉത്തരം പറഞ്ഞു. ശാസ്താവിൻ്റെ നിർദ്ദേശങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരു ശിഷ്യന് മാത്രമേ ഇത് കഴിയുകയുള്ളൂ. താങ്കളുടെ സബ്രഹ്മചാരികളുടെ ഭാഗ്യമാണ്, അവർ വളരെ ഭാഗ്യവാന്മാരാണ്. മൺതാണി പുത്രനായിട്ടുള്ള ആയുഷ്മാൻ പുണ്യനെ കാണുന്നത് തന്നെ പുണ്യകരമാണ്, അഭിവാദ്യം ചെയ്യുന്നതും പുണ്യകരമാണ്. അവർക്ക് താങ്കളെ കാണാൻ കഴിഞ്ഞു, അഭിവാദ്യം ചെയ്യാൻ കഴിഞ്ഞു, എന്നിട്ട് താങ്കളെ തലയിലേറ്റിക്കൊണ്ട് അവർ നടക്കുകയാണ്. അത് അവർക്ക് വളരെ ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. ഇത് എനിക്കും ഭാഗ്യമുള്ള കാര്യമാണ്, വളരെ ഭാഗ്യമുള്ള കാര്യമാണ്. എനിക്ക് താങ്കളെ കാണാൻ കഴിഞ്ഞു, എന്നിട്ട് അഭിവാദ്യം ചെയ്യാൻ കഴിഞ്ഞു. സാരിപുത്തൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ പുണ്ണൻ സാരിപുത്തനോട് ഇങ്ങനെ പറഞ്ഞു, സുഹൃത്തെ, താങ്കളുടെ പേരെന്താണ്? താങ്കളുടെ സഹബ്രഹ്മചാരികളുടെ ഇടയിൽ താങ്കൾ എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? സുഹൃത്തെ, എൻ്റെ പേര് ഉപതിസ എന്നാണ്. എൻ്റെ സഹബ്രഹ്മചാരികൾ എന്നെ സാരിപുത്തൻ എന്നും വിളിക്കും. അപ്പോൾ പുണ്ണൻ വളരെ ആശ്ചര്യപ്പെട്ടു. ഇത്ര നേരം സാരിപുത്തനോടാണ് ഞാൻ സംവദിച്ചു കൊണ്ടിരുന്നത് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഭഗവാന്റെ ശിഷ്യനായിട്ടുള്ള സാരിപുത്തനെ ഭഗവാനുമായിട്ട് തന്നെ താരതമ്യപ്പെടുത്താൻ സാധിക്കുന്നതാണ്. താങ്കൾ സാരിപുത്തനായിരുന്നു എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഇത്രയധികം സംസാരിക്കില്ലായിരുന്നു. ആശ്ചര്യം സുഹൃത്തെ, അത്ഭുതം സുഹൃത്തെ. സാരിപുത്തൻ ഗംഭീരമായിട്ടുള്ള ഓരോരോ ചോദ്യവും ചോദിച്ചു. ശാസ്താവിൻ്റെ നിർദ്ദേശങ്ങളെ ശരിയായിട്ട് അറിയുന്ന ഒരു ശിഷ്യന് മാത്രമേ അങ്ങനെ ചോദിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് താങ്കളുടെ സബ്രഹ്മചാരികളുടെ ഭാഗ്യമാണ്, വളരെ ഭാഗ്യമാണ്. അവർക്ക് സാരിപുത്തനെ ദർശിക്കാൻ സാധിക്കുന്നു, അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാൻ സാധിക്കുന്നു. അവർക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചാലും അഭിവാദ്യം ചെയ്യാൻ സാധിച്ചാലും അല്ലെങ്കിൽ തങ്ങളുടെ തലയിൽ ഏറ്റി പരിക്രമണം ചെയ്തു കഴിഞ്ഞാലും അപ്പോഴും അതുകൊണ്ട് അവർക്ക് വളരെയധികം ഭാഗ്യം ലഭിക്കും. ഞാനും വളരെ ഭാഗ്യവാനാണ്, വളരെ ഭാഗ്യവാനാണ്. എനിക്ക് താങ്കളെ കാണാൻ കഴിഞ്ഞു, അഭിവാദ്യം ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ആ രണ്ട് മഹാ ആധ്യാത്മിക ഗുരുക്കളും പരസ്പരം അനുമോദനം ചെയ്തു. രഥവിനീത സൂക്തം അവസാനിച്ചു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്പസമയം പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികൾ ആകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.